ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന ജമന്തി പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയിൽ ഒരു ഗിഫ്റ്റും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ ലാസ്റ്റ് അതെന്താണെന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ പ്ലാന്റ്സുകൾ. ഞാനിതിപ്പോൾ മണ്ണിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുറ്റത്ത് മഴയത്ത് നിൽക്കുന്ന ചെടികളെന്ന്. അപ്പോൾ അവിടെ ഒന്ന് മെനയാക്കേണ്ടി വന്നപ്പോൾ വൃത്തിയാക്കേണ്ട അനുബന്ധമായിട്ട് ആ ചെടികളെ ഞാൻ ഈ സൈഡിലേക്ക് മാറ്റി കുഴിച്ചിട്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പൊടിപ്പുകളൊക്കെ വന്നത്. അപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ ചെടികളും വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ ചെടിയൊന്നുമല്ല, ഏതാ കളർന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചെടി കുഴിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ പൂവ് കട്ട് ചെയ്ത് കളയും. അത് കളഞ്ഞ് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലെ പൊടിപ്പുകൾ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത്രയും ഇതിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അധികം താഴ്ത്തിയൊന്നും കുഴിച്ചിട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴിയെടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് മണ്ണിട്ടിട്ടുള്ളൂ. അങ്ങനെ അത് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ DAP ഇട്ട് കൊടുത്ത്. ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. നേരത്തെ കാണിച്ചത് അതിന് മുമ്പുള്ള വീഡിയോയിൽ പിടിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ആ ചെടികളൊക്കെ വലുതായി ഇത്രയായിട്ടുണ്ട്. അപ്പോൾ DAP ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ ഒന്ന് പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കഴിഞ്ഞപ്പോൾ 5 ദിവസം ഇടവിട്ട് ഞാൻ DAP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാതും നിൽക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റ്സ് കണ്ടാലറിയാം വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാ പൂക്കളുണ്ടായാലും അറിയുള്ളൂ നമുക്കത് ഏത് കളറാണെന്നൊക്കെ. ഇതൊക്കെ അതേപോലെ വെച്ചേക്കണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ആ പൂവ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടിപ്പുകൾ വന്ന് ഉഷാറായി നിൽക്കുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ കട കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. ഇത് ഞാൻ ചട്ടിയിൽ മുമ്പ് വെച്ചിരുന്ന ആ ജമന്തി പ്ലാന്റ്സാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കടക്കിലുണ്ടാവുന്ന കുറച്ച് പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഇലകളൊക്കെ നല്ല ഉഷാറായി വന്നോളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മുട്ട് പോലെ കാണുന്നുണ്ട്. അത് മുട്ടാണോ എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് തോന്നിയതാണെന്ന്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇത് എത്രത്തോളം പിടിക്കും പൂവിരിയൊന്നും നമുക്കറിയില്ല, എന്നാലും ഇത്രയും ഒരായിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് എല്ലാ ചെടികളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ല, ഒരു ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ മുട്ട് പോലെ വന്നോണം കണ്ട്. അതുപോലെ നിലത്ത് വെച്ച ചെടികളുള്ളത് കേട്ടോ. ഇതേ കണ്ടില്ല, ഇതൊക്കെ ഒരു മുട്ടുകളാണ് ചെറിയ. ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിലും അങ്ങനെ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ മുട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത്രയായിട്ടുണ്ട് എൻ്റെ പ്ലാന്റ്സുകൾ. ഇനിയും നമ്മളുടെ മുട്ടകളൊക്കെ ആയി പൂ വിരിയാൻ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ജമന്തി പിടിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെടിയിൽ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി നിൽക്കുന്നുണ്ട് പ്ലാന്റ്സുകൾ. അപ്പോൾ മുട്ടൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്ലാന്റ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജമന്തി പ്ലാന്റ്സ് അയച്ച് തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ അധികം മണ്ണിൽ താഴ്ത്തി വെക്കാതെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ കുഴി വെച്ചിട്ട് നിങ്ങൾ വെച്ച് നോക്കുക. ഇതുപോലത്തെ പോട്ടി മിക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലത്തെ പോട്ടി മിക്സ് മണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോട്ടി മിക്സിൽ വെച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായും പിടിച്ച് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ ആദ്യം തന്നെ ഞാനൊരു ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് വേറൊന്നുമല്ല, ഒരു ബെഡ് റോസാണ്. അത് ഈ കവർ ഉൾപ്പെടെയാണ് ഞാൻ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അയക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന റോസ് ഇതല്ല കേട്ടോ. റോസ് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പിന്നെ അപ്പോൾ കാണിക്കുമ്പോൾ അതല്ല എന്ന് പറയരുത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയണം. ഞാൻ അയക്കാൻ ഉദ്ദേശിക്കുന്ന റോസ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഒരു കളർ. ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ റോസ്. ആ കളറ് ഏതാണ് നിങ്ങൾ കറക്റ്റ് കമൻറ്റ് ചെയ്ത് പറയണം. അത് വിരിഞ്ഞ പൂവായതുകൊണ്ട് നിങ്ങൾ എനിക്ക് വീഡിയോയിൽ കാണിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊരു ഏകദേശം ഒരു ഊഹം പറയാം നിങ്ങൾക്ക് ഏത് കളറായിരിക്കും ഞാനത് അയക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റോസ് പല കളറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു കളർ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പറഞ്ഞ കളർ, ഞാൻ ഉദ്ദേശിച്ച കളർ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരാൾക്കാണ് ഞാൻ ഈ പ്ലാന്റ് അയച്ചു കൊടുക്കാട്ടോ. അപ്പോൾ കറക്റ്റ് കളർ ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് കമൻറ്റ് ചെയ്യുക. കളർ കറക്റ്റ് കമൻറ്റ് ചെയ്ത് തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സല്ല സ്ഥലം പറഞ്ഞാൽ മതി. നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആരാന്നുള്ളത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ.